നീ എന്നെ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുന്നു, ചാവാതിരിക്കാൻ ഞാൻ. കേട്ടല്ലേ മോഹൻലാൽ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടതെന്ന് ഗോകുമാർ സാർ പറഞ്ഞു, ചാവാതിരിക്കാൻ. ഇത്രേ ഉള്ളൂ, ചാവാതിരിക്കാൻ. ചിലർക്ക് ചോദിക്കാറുണ്ട്, ഞങ്ങളിപ്പോ കിഴക്കമ്പലത്തെ ഏതാണ്ട് വെന്നിക്കൊടി പാറിച്ചു. ഈ സജിയൊക്കെ നമ്മുടെ ഒരു സുഹൃത്താ. ഞാൻ ചോദിച്ചു ഏതായിരുന്നു ചിഹ്നം അല്ലേ? കോൺഗ്രസിന്റെ ചിഹ്നം എന്താണ്? ചിഹ്നമില്ലാതെ, സ്വത്വബോധമില്ലാതെ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ലാതെ മത്സരിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ ഇവിടെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്തൊരു ആത്മാർത്ഥതയുള്ളൂ? അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയമായൊരു സുരക്ഷിതത്തിന്റെ മേഖല രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നത് തേറും. അങ്ങനെയാണ് നമ്മുടെ NDAയിൽ ഘടകകക്ഷിയായി മാറുന്നത്. UDF കേരള കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടിയില്ലേ. NDA മുന്നണിയിൽ അല്ലെ ഈ UDF കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ്സുകാരനെ നിങ്ങൾ കോൺഗ്രസ് ആയോ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലില്ല. കേരള കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എന്താണോ ആ പ്രത്യയശാസ്ത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ UDF അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ NDA മുന്നണിയിൽ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളിൽ ഒന്നായി സ്വന്തം അസ്തിത്വ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ഒരു സാമൂഹ്യ സേവന സംഘടനയായിട്ടാണ്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയപ്പോൾ ഈ സാമൂഹ്യ സംഘടനയിൽ നിന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരൊക്കെ പോയി. അത് പരിണാമ പ്രക്രിയയായിരുന്നു. പൊക്കോട്ടെ, നമ്മൾ അവരെ കുറ്റം പറയാനൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു പൊളിറ്റിക്കൽ അലയൻസിലേക്ക് വന്നു. തന്നെ നിന്ന് 12 കൊല്ലം പോരാടിയ പ്രസ്ഥാനം ഒരു പൊളിറ്റിക്കൽ അലയൻസിലേക്ക് വരുമ്പോൾ കുറച്ചു പേർക്ക് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും. അവര് അവരുടേതായ വഴി തേടി പൊക്കോട്ടെ. പരമാവധി ആളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരാൾ പോയാലും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസമാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വിശാലമായ ബോധ്യാവബോധം നമുക്കുണ്ട്. അതുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കുന്നത്തുനാട് തനിച്ച് ജയിക്കാവുന്ന സാഹചര്യം നമുക്കുണ്ടാകാം. പക്ഷെ അപ്പുറത്ത് NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവരെ ജയിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മുന്നണി സംവിധാനത്തിലായാണ് അതുപോലെയാണ്. ഒരു ചങ്ങലയിലെ ഒരു കണ്ണി ദുർബലമായാൽ കണ്ണി പൊട്ടും, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന NDAയിലെ ഘടകകക്ഷികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരുപോലെ ചേർത്തിളക്കി കോർത്തിളക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഇപ്പോഴുണ്ട്.